നമസ്കാരമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഫാത്തിമ ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയാണ് ബസ്സിൽ കയറിയത്. അവൾക്ക് ബസ്സിന്റെ സൈഡ് സീറ്റിലാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിന്റെ ഫ്രണ്ടിൽ ബസ് നിർത്തിയപ്പോൾ അവൾ തലയിലിട്ടിരിക്കുന്ന തട്ടം കൊണ്ട് അവളുടെ മുഖം മറച്ചു പിടിച്ചു. പനിയാണെന്നാണ് മുതലാളിയോട് പറഞ്ഞത്. അല്ലെങ്കിൽ മുതലാളി ലീവ് തരില്ലെന്ന് അവൾക്കറിയാം. ഒരുവിധം തരക്കേടില്ലാത്ത ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണത്. കച്ചവടം വളരെ മോശമാണ്. കട ഏത് നിമിഷവും പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഫാത്തിമയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. തൊട്ടടുത്ത ടൗണിൽ ഇന്ന് അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. മുതലാളിയാണെങ്കിൽ റോഡിലേക്ക് നോക്കി ഇരിപ്പാണ്. കടയിലാണെങ്കിൽ ആരുമില്ല. അവൾക്ക് മുതലാളിയോട് വല്ലാത്ത സഹതാപം തോന്നി. പാവം, വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ കടയാണ്. അങ്ങനെ ബസ്സിന്റെ സൈഡിലിരിക്കുന്ന ഫാത്തിമയെ മുതലാളി പെട്ടെന്ന് കണ്ടു. അപ്പോഴേക്കും ബസ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു. തന്നെ മുതലാളി കണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. അയാൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അവളെ വിളിച്ചു. കള്ളം പറഞ്ഞിട്ട് നീ എങ്ങോട്ട് പോകുവാ? മുതലാളി ചോദിച്ചു. ആശുപത്രിയിലേക്ക് പോണൂക്ക. അയാൾ തന്നെ വിളിക്കുമെന്ന് മനസ്സിലാക്കിയ അവൾ വീണ്ടും കള്ളം പറഞ്ഞു. മുതലാളി ഒന്ന് മൂളി. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഫോൺ കട്ടായി. കടയിലേക്ക് സ്റ്റോക്ക് എടുക്കാനായി അവൾ ഇടയ്ക്കിടയ്ക്ക് ടൗണിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ടൗൺ എല്ലാം അവൾക്ക് സുപരിചിതമാണ്. മുതലാളിയുമായിട്ടാണ് അവൾ പോകുന്നത്. ആ യാത്രകൾ അവൾ ഒരിക്കലും മറക്കില്ല. സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു ഷോപ്പിലെത്തുമ്പോൾ രാത്രിയാകും. എല്ലാം അടുക്കിപ്പറക്കി വെച്ച് കഴിയുമ്പോൾ രാത്രിയാണെങ്കിൽ വൈകും. അങ്ങനെ ഒരു ദിവസം രാത്രി തുണികളെല്ലാം അടുക്കിപ്പറക്കി വെക്കുന്നതിനിടയിൽ അറിയാതെ മുതലാളിയുടെ കൈ അവളുടെ മാറിലൊന്ന് തട്ടി. മുതലാളി അവളെ ഒന്ന് നോക്കി. അവളും അയാളെ ഒന്ന് നോക്കി. അങ്ങനെ ആ നോട്ടത്തിൽ രണ്ടുപേർക്കും വികാരങ്ങൾ ഉരുണ്ടുകൂടി. അവൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് മനസ്സിലായതോടെ അയാൾക്ക് ധൈര്യമായി. അയാൾ അവളുടെ കൗതുകങ്ങളിൽ അലിഞ്ഞപ്പോൾ തന്റെ പ്രായം മറന്നു. അവർ ഒന്നാകുമ്പോൾ അവൾ മനസ്സിൽ മന്ത്രിച്ചു, ഇപ്പോൾ താനാണ് ഈ കടയുടെ മുതലാളി. വല്ലപ്പോഴും ഒരു ചേഞ്ചൊക്കെ നല്ലതാണ്, മുതലാളി പറഞ്ഞു. വർണ്ണക്കടലാസ് പോലെ അവളുടെ വസ്ത്രങ്ങൾ അവിടെ ചിതറി വീണു. സമയം കടന്നുപോയത് രണ്ടുപേരും അറിഞ്ഞില്ല. പുലരാറായപ്പോൾ മുതലാളി അവളെ കാറിൽ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. പിറ്റേന്ന് അവൾ കടയിലേക്ക് വരില്ലെന്നാണ് മുതലാളി കരുതിയത്. പക്ഷേ രാവിലെ കൃത്യസമയത്ത് തന്നെ അവൾ എത്തി. മുതലാളി അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. മുതലാളി മുടിയൊക്കെ ഡൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. പെട്ടെന്ന് മുതലാളി ചെറുപ്പക്കാരനായതുപോലെ അവൾ പറഞ്ഞു ചിരിച്ചു. നിന്റെ കൂടെ കൂടിയപ്പോൾ എനിക്ക് ചെറുപ്പക്കാരനാകാൻ ഒരു മോഹം, മുതലാളി പറഞ്ഞു. പിന്നെ മുതലാളിയുടെ മാറ്റങ്ങൾ പെട്ടെന്നായിരുന്നു. ഗൗരവക്കാരനായ മുതലാളി അവളുടെ കൂട്ടുകാരനായി മാറി. കളിക്കൂട്ടുകാരൻ. അവളും അത് കൊതിക്കുന്നുണ്ടായിരുന്നു. പല വൈകുന്നേരങ്ങളും അവരുടെ സമാഗമത്തിനുള്ള വേദിയായി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ അവസരം കിട്ടുമ്പോഴൊക്കെ അവരുടെ കളികൾ നടന്നു പോന്നു. അതിനിടയിലാണ് മുതലാളിയും ഈ കടയും മുങ്ങുന്ന ഒരു കപ്പലാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഒരു ദിവസം മുതലാളിയുടെ ബിസിനസ് ഡയറി കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കടങ്ങളുടെ ഒരു കൂമ്പാരമാണ് ആ ഡയറി നിറയെ. കഴിഞ്ഞ മാസത്തെ കടയുടെ വാടകയും കൊടുത്തിട്ടില്ല. അത് കണ്ടതോടെയാണ് അവൾ പുതിയ ജോലി നോക്കാൻ തീരുമാനിച്ചത്. പൂട്ടിയ കടയിലെ ജോലിക്കാരിയാണ് താനെന്നറിഞ്ഞാൽ അവൾക്ക് വേറെ എങ്ങും ജോലി കിട്ടില്ല. ഇന്റർവ്യൂ നടക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, തനിച്ചാണോ വന്നത്? അതെ, അവൾ പറഞ്ഞു. ഓഫീസ് മുറിയിൽ റിസൾട്ടിനായി കാത്തിരുന്ന ഓരോരുത്തരായി പോയി തുടങ്ങി. അവസാനം ഫാത്തിമ തനിച്ചായി. അപ്പോൾ അവൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കൊണ്ടു കൊടുത്തു. ഏറെ നേരത്തെ കാത്തിരിപ്പ് അവൾക്ക് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു. അവൾ അത് വാങ്ങി കുടിച്ചു. അത് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ തോന്നിയപ്പോൾ ആരോ തന്നെ വന്ന് താങ്ങിപ്പിടിച്ചതുപോലെ അവൾക്ക് തോന്നി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കറങ്ങുന്ന ഫാനാണ് അവൾ കണ്ടത്. പിന്നെ അപരിചിതമായ ഒരു മുഖവും. താൻ വിവസ്ത്രയാണെന്ന സത്യവും അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി. തന്റെ മുകളിൽ കിടക്കുന്ന അയാൾ തന്നെ കീഴടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ചതിക്കപ്പെട്ടു എന്നവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവളുടെ എതിർപ്പുകൾ ദുർബലമായിരുന്നു. ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. എല്ലാവർക്കും വേണ്ടത് ഒന്നു തന്നെ. പെട്ടെന്ന് ഞെട്ടലോടെയാണ് അവൾ ആ കാഴ്ച കണ്ടത്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് മുതലാളിയാണ്. അവളെ കണ്ട് അയാളും ഞെട്ടുന്നത് അവൾ ശ്രദ്ധിച്ചു. കിടക്കയിൽ നിന്നും അവളെ കോരിയെടുക്കുമ്പോൾ മുതലാളി ചോദിച്ചു, നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ ഇവിടേക്കാണ് വരുന്നതെന്ന്? അത് കേട്ടപ്പോൾ നിസ്സഹായതയോടെ
നിസ്സഹായതയോടെ അവൾ മുതലാളിയെ നോക്കി. ഭീഷണികൾക്കും ആക്രോശങ്ങൾക്കും ഒടുവിൽ മുതലാളി അവളെ അവിടെ നിന്നും സ്വതന്ത്രയാക്കി. മുതലാളിക്ക് കുറെ പണം നഷ്ടമായെന്ന് അവൾക്ക് മനസ്സിലായി. അവരെ തനിച്ചെതിർക്കാൻ തനിക്കാവില്ലെന്നും അവൾക്കറിയാം. അവർ നിന്റെ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്, പേടിക്കണ്ട, അതെന്റെ കയ്യിലുണ്ട്. ആ മെമ്മറി കാർഡ് മുതലാളി അവൾക്ക് കൊടുത്തു. അതിലെ ദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്കറിയാം. അവൾ ആ മെമ്മറി കാർഡ് ഒടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ പൊട്ടി പാളീസായി എന്ന് കരുതിയല്ലേ നീ? അതുകൊണ്ടല്ലേ എന്നെ വിട്ടുപോയത്? മുതലാളി ചോദിച്ചു. അവൾ തല കുനിച്ച് നിന്നതേയുള്ളൂ. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. മുതലാളിയോട് ചതിയാണ് കാണിച്ചത്. എന്റെ കയ്യിൽ കുറെ ബ്ലാക്ക് മണി ഉണ്ടായിരുന്നു. അത് ഇറക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ആ ടെക്സ്റ്റൈൽസ്. ഇപ്പോഴുള്ള കച്ചവടം കൊണ്ട് തന്നെ ബിസിനസ് ലാഭമാണ്, മുതലാളി പറഞ്ഞു. അവൾ വളരെ വിഷമത്തോടെ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മുതലാളി ചോദിച്ചു, ഇത്രയും നാൾ നീ എന്റെ അടുത്ത് സ്നേഹം അഭിനയിക്കുകയായിരുന്നു അല്ലേ? അവൾക്ക് മറുപടിയില്ലായിരുന്നു. പക്ഷെ അവൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും താൻ മുതലാളിയെ വിട്ടുപോവുകയില്ലെന്ന്.